നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ സ്കൈ ഡൈവിംഗിനിടെ ഞാൻ മരണഭയത്തെ അതിജീവിച്ചു. ഇന്ന് ഞാനും സ്വപ്നിലും ഞങ്ങളുടെ പറയാത്ത പ്രണയത്തോടെ എങ്ങനെ യാത്ര പറയുന്നുവെന്നും രാശിയിൽ തന്റെ കുസൃതിയിലൂടെ എന്റെ അവിവാഹിതയായി തുടരാനുള്ള തീരുമാനത്തെ എങ്ങനെ വെല്ലുവിളിക്കുന്നുവെന്നും നിങ്ങൾ കേൾക്കും. പ്രണയപ്രകടനം പരോക്ഷമായി സ്കൈ ഡൈവിംഗിൽ നിന്ന് സുരക്ഷിതമായി താഴെയിറങ്ങിയ ശേഷം അമിതമായ ആവേശത്തിൽ ഞാൻ സ്വപ്നിലിനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളുകളിൽ ചുംബിച്ചു. അവനും ഒരുപക്ഷേ എന്റെ സന്തോഷം നിലനിർത്താൻ എന്റെ കവിളുകളിൽ മെല്ലെ തലോടി. വിജയിയുടെ സംതൃപ്തി എന്റെ ചോദ്യത്തിന് മറുപടിയായി സ്വപ്നിൽ വെളിപ്പെടുത്തി. ഈ അപകടകരമായ സാഹസികതകളിൽ അവന്റെ കൂടെ വരുന്ന ആദ്യത്തെ പെൺകുട്ടി ഞാനാണെന്ന്. ഇത് കേട്ടപ്പോൾ എന്റെ അസൂയ മാറി. ഞാനൊരു വിജയിയെപ്പോലെ ചിരിക്കാൻ തുടങ്ങി. അവസാന സാഹസികത, ഞങ്ങൾ പാരാസീലിംഗ് ആസ്വദിച്ചു. താഴെ നിന്ന് മുകളിലേക്ക് പറന്നു. 2 ദിവസത്തെ സാഹസിക ടൂർ പൂർത്തിയായി. പക്ഷേ ഇപ്പോൾ വിഷാദം പടർന്നു. അടുത്ത വാരാന്ത്യം എന്റെ യാത്രയിലെ അവസാന ആഴ്ചയാകാൻ പോകുന്നു. കടക്കാരൻ ആര്? ഞാൻ സ്വപ്നിലിനോട് നന്ദി രേഖപ്പെടുത്തി. പക്ഷേ അവൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. നിങ്ങളോടൊപ്പം ചിലവിട്ട ഈ ഏതാനും ദിവസങ്ങൾ എനിക്കെന്നും മറക്കാനാവാത്തവയായിരിക്കും. പറയാത്ത വിടവാങ്ങൽ നമ്മുടെ ജീവിതയാത്രയിൽ കൂട്ട് ഇവിടം വരെയാണെന്ന് സ്വപ്നിലും സമ്മതിച്ചു. ഇത് എന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. പ്രണയം പ്രകടിപ്പിക്കാനുള്ള ഈ അവസാന ഏകാന്ത അവസരം ഞങ്ങൾ വെറുതെ കളഞ്ഞു. നേട്ടങ്ങളോടെ മടക്കം. ആഴ്ചാവസാനം ഞാൻ നോവിസ സർഫറായും കുതിര സവാരിക്കാരിയായും ലെവൽ 5 കരസ്ഥമാക്കി. ഇത് എന്റെ അമേരിക്കൻ യാത്രയിലെ വലിയ നേട്ടമായിരുന്നു. രാശീലിന്റെ സമയം ബാക്കിയുള്ള ദിവസങ്ങൾ രാശീലിനൊപ്പം ചിലവഴിക്കണമെന്ന എന്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. രാശീൽ സന്തോഷിച്ചു. താനും അതാണ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു. പരാഗ് ഓസ്ട്രേലിയയിലേക്ക് പോയതിനാൽ പരിഷ്ണിയുടെ തൊട്ടിൽ എന്റെ മുറിയിലേക്ക് വന്നു. മാതൃത്വ സുഖം. രാത്രി പരിഷ്ണിക്ക് പാലൂട്ടുന്നത് കണ്ട് മാതൃത്വത്തിലെ വ്യത്യസ്തമായ സുഖത്തെക്കുറിച്ച് ഞാൻ രാശീലിനോട് ചോദിച്ചു. രാശീൽ ഓക്സിഡോസിൻ ഹോർമോണും മാനസിക സമ്മർദ്ദം കുറയുന്നതും വിവരിച്ചു. കുസൃതി വല. രാശീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തനിക്ക് എനിക്ക് മുലയൂട്ടുന്ന സുഖം നൽകാനാവില്ലെങ്കിലും നിങ്ങൾ അമ്മയാകാൻ സഹായിക്കാൻ എനിക്ക് തീർച്ചയായും കഴിയും എന്ന്. ഒരു യുവതി മറ്റൊരു യുവതിയെ എങ്ങനെ അമ്മയാക്കി മാറ്റുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ രാശീൽ ചിരിച്ചുകൊണ്ട് തന്റെ വാക്ക് പൂർത്തിയാക്കി. രാശീലിന്റെ സൂചന വ്യക്തമായിരുന്നു. വിവാഹവും അമ്മയാകലും നിരസിച്ച ഞാൻ എന്റെ ഉറ്റസുഹൃത്തിന്റെ ഈ വലയിൽ കുടുങ്ങി എന്റെ വിധി മാറ്റാൻ പോകുകയാണോ? അമൂല്യമായ പ്രണയത്തിന്റെ അന്ത്യം, മാതൃത്വത്തിന്റെ സുഖത്തിലേക്കുള്ള ആദ്യ ചുവട്. പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 53. അവസാന വിടവാങ്ങൽ. കടക്കാരന്റെ സംഘർഷം. മാതൃത്വ രഹസ്യം. എന്റെ പാദങ്ങൾ സുരക്ഷിതമായി മണ്ണിൽ സ്പർശിച്ചപ്പോൾ സ്വപ്നിലിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം ഞാൻ അവന്റെ നേരെ തിരിഞ്ഞു. തീവ്രമായ ആവേശത്തിലും സന്തോഷത്തിലും സ്വപ്നിലിന്റെ കഴുത്തിൽ കൈകളിട്ട് അവന്റെ കവിളുകളിൽ ചുംബിച്ചു. എനിക്ക് ലഭിക്കുന്ന സന്തോഷം കുറയാതിരിക്കാൻ ഒരുപക്ഷേ സ്വപ്നിലും എന്റെ 2 കവിളുകളിലും തന്റെ ചുണ്ടുകളാൽ മെല്ലെ സ്പർശിച്ചു. ഞാൻ ആഹ്ലാദഭരിതയായി നൃത്തം ചെയ്യുന്നതുപോലെ വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. സ്വപ്നിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊരു അപകടവും സംഭവിക്കില്ല. എല്ലാ അപകടങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് നിനക്കറിയാം എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അവനെ പ്രണയത്തോടെ നോക്കി. ഞാൻ ഈ സാഹസികതകളെല്ലാം പലതവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് സ്വപ്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനു മുമ്പ് ഈ സാഹസികതകളിൽ നിന്റെ കൂടെ ആരായിരുന്നു എന്ന് ഞാൻ അസൂയയോടെ ചോദിച്ചു. ഇത്തരത്തിലുള്ള ഒരു സാഹസികതയിലും എന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തിൽ നിങ്ങളാണ് ആദ്യത്തെ പെൺകുട്ടി. ഇതിനു മുമ്പ് പരിശീലനം നേടുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പൈലറ്റുമാരെല്ലാം പുരുഷന്മാരായിരുന്നു എന്ന് സ്വപ്നിൽ എന്റെ മനസ്സു മനസ്സിലാക്കിയതുപോലെ മറുപടി നൽകി. എനിക്ക് സംതൃപ്തി തോന്നി. ഞാനൊരു വിജയിയെപ്പോലെ ചിരിക്കാൻ തുടങ്ങി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങളുടെ അടുത്ത സാഹസികത പാരാസീലിംഗ് ആണ്. ഞങ്ങൾ കടൽത്തീരത്തെത്തി. ഇപ്പോൾ എന്റെ മനസ്സിൽ ഒരു പേടിയും സംശയവുമില്ല. ഞങ്ങൾ ബോട്ട് കയറി കുറച്ചുനേരം കടലിൽ ചുടിക്കറങ്ങി. പിന്നെ ബോട്ടിനോട് ചേർത്ത് പാരാച്യൂട്ട് സഹായത്തോടെ ഏകദേശം 50 മീറ്റർ ഉയരത്തിൽ പറന്നു. ഞങ്ങൾ ഒരു നീളമുള്ള കയറാൽ ബോട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പാരാച്യൂട്ടിൽ സ്വപ്നിലിനൊപ്പം ഇരിക്കുന്നത് എനിക്ക് പുതിയ കാര്യമല്ലായിരുന്നു. പാരാസീലിംഗ് ഒരു പുതിയ അനുഭവമാണ്. കാരണം ഇതിൽ നമ്മൾ പാരാച്യൂട്ട് സഹായത്തോടെ മുകളിൽ നിന്ന് താഴേക്ക് വരികയല്ല. നമ്മൾ താഴെ നിന്ന്, അതായത് ബോട്ടിന്റെ സഹായത്താൽ മുകളിലേക്ക് പറക്കുകയാണ്. ഇങ്ങനെ 2 ദിവസത്തെ സാഹസികയാത്ര പൂർത്തിയാക്കി ഞാൻ സ്വപ്നിലിനോടൊപ്പം മടങ്ങുകയാണ്. സ്വപ്നിലിനോടുള്ള എന്റെ സാമീപ്യം ഇവിടം വരെയാണെന്ന് ചിന്തിച്ച് ഞാൻ സങ്കടത്തിലായി. അടുത്ത വാരാന്ത്യം എന്റെ അമേരിക്കൻ യാത്രയിലെ അവസാനത്തെ വാരാന്ത്യമാണ്. അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകണം. എന്റെ മടക്കയാത്ര ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്രയും സ്വാർത്ഥയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കേവലം എന്റെ വിനോദത്തിനായി മാത്രം ദിവസങ്ങൾ ചിലവഴിക്കാനാവില്ല. അടുത്ത വാരാന്ത്യം ഞാൻ രാശീലിനും പരിഷ്ണിക്കുമൊപ്പം ചിലവഴിക്കണമെന്ന് കരുതുന്നു. എന്റെ മനസ്സിൽ ഇതേ ചിന്തയാണ്.
എന്താണ് ചിന്തിക്കുന്നത് വാണി? മൗനമായി ഇരിക്കുന്നു എന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സ്വപ്നിൽ ചോദിച്ചു. സ്വപ്നിൽ, നിന്റെ കടം എനിക്ക് ജീവിതകാലം മുഴുവൻ വീട്ടാനാവില്ല. നീ വളരെ കരുതലുള്ളവനാണ്. എന്റെ സന്തോഷത്തിനായി നീ ഒരുപാട് സമയവും പണവും ചിലവഴിച്ചു. എന്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്കൊരിക്കലും അമേരിക്കയിൽ വരാനാകില്ലായിരുന്നു. വന്നാലും വിനോദത്തിനായി ഇത്രയും ചിലവാക്കാനാവില്ലായിരുന്നു. സാഹസികതകൾക്കൊപ്പം നീ എനിക്ക് സർഫിംഗും കുതിരസവാരി പരിശീലനവും നൽകി. നിനക്ക് ഒരുപാട് നന്ദി. നന്ദി പറയാൻ എന്റെ അടുത്ത് വാക്കുകളില്ല എന്ന് ഞാൻ മറുപടി നൽകി. സ്വപ്നിലിൽ നിന്ന് വരുന്ന ഈ ചോദ്യത്തിനായി ഞാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. സ്വപ്നിൽ കുറച്ചുനേരം ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു. വാണി, നിങ്ങൾക്കായി ഇത്രയും കൂടി ചെയ്യാനായില്ലെങ്കിൽ ഞാൻ ധനവാനായിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളെപ്പോലൊരു നല്ല പെൺകുട്ടിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. നിങ്ങളോടൊപ്പം ചിലവിട്ട ഈ ദിവസങ്ങൾ എനിക്ക് എന്നും മറക്കാനാവാത്തവയായിരിക്കും. നമ്മുടെ സാമീപ്യം ഇവിടം വരെയാണെന്ന് ഞാൻ പറഞ്ഞ വാക്കിന് സ്വപ്നിലും സമ്മതിച്ചതോടെ എനിക്ക് വലിയ നിരാശ തോന്നി. സ്വപ്നിൽ എന്നെ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ സന്തോഷിക്കുമായിരുന്നു. എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. സ്വപ്നിൽ കാണാതെ ഞാൻ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരുന്നു. കണ്ണുനീർ തുടച്ചു കണ്ണുകളടച്ചു. എന്റെ സംസ്കാരം കാരണവും എന്റെ പരിധികളെ സ്വപ്നിൽ മനസ്സിലാക്കിയതുകൊണ്ടും ഇരുവരും മൗനമായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി. പ്രണയം പ്രകടിപ്പിക്കാനുള്ള ഈ അവസാന ഏകാന്ത അവസരം ഞങ്ങൾ വെറുതെയാക്കി. ഞങ്ങൾ വീട്ടിലെത്തി. ഒടുവിൽ വെള്ളിയാഴ്ച എത്തി. എന്റെ സർഫിംഗും കുതിരസവാരി ക്ലാസുകളും അവസാനിക്കുന്ന ദിവസമാണിത്. ക്രിസ്റ്റീന എന്നോട് പറഞ്ഞു, സർഫിംഗ് പഠിച്ചതിന് അഭിനന്ദനങ്ങൾ. ക്രിസ്റ്റീന, ഞാൻ ഭാരതത്തിലേക്ക് പോയ ശേഷവും നിന്നെ ഓർക്കും എന്ന് യാത്ര പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. പിന്നീട് ഞാൻ റാഞ്ചിലേക്ക് പോയി. അവിടെയും എനിക്കിത് അവസാനത്തെ ദിവസമാണ്. കുതിര സവാരിയിൽ ലെവൽ 5 എത്തിയതിന് അഭിനന്ദനങ്ങൾ എന്ന് ലിലിയും എന്നെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. ഭാരതത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഇത്തരം സാഹസികതകളിൽ ഒരു പ്രാവീണ്യവുമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സർഫിംഗിലും കുതിരസവാരിയിലും ഒരു മിടുക്കിയായി മാറി. രാശിയിൽ ഭാരതത്തിലേക്ക് തിരിച്ചുപോകാനുള്ള ദിവസം അടുത്തു. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ കൂടെ ചിലവഴിക്കണമെന്ന് കരുതുന്നു എന്ന് ഡിന്നറിന് ശേഷം രാശീലിനോട് പറഞ്ഞു. വാണി, സാരമില്ല. നിങ്ങൾ ഇവിടെ വിനോദത്തോടെ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നാളെ മുതൽ പരിഷ്ണിയുടെ തൊട്ടിൽ നിന്റെ മുറിയിൽ തന്നെ ഇടാം. പരാഗും ഓസ്ട്രേലിയയിലേക്ക് പോകുകയാണ്. അതിനാൽ നമുക്ക് മുഴുവൻ സമയം ഒരുമിച്ചിരിക്കാം എന്ന് രാശീൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ മുറികളിലേക്ക് പോയി. പരിഷ്ണിക്ക് ഇപ്പോൾ 4 ആഴ്ച പ്രായമായി. അവൾ 16 മണിക്കൂറിലധികം ഉറങ്ങും. അവൾ വിശക്കുമ്പോൾ രാശീൽ പാലൂട്ടും. രാശീൽ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഡിന്നറിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും എന്റെ മുറിയിലേക്ക് വന്നു. രാശീൽ പരിഷ്ണിക്ക് പാലൂട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചു നിന്നു. രാശീൽ, പാലൂട്ടുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സുഖം മറ്റേതെങ്കിലും കാര്യത്തിൽ നിന്ന് കിട്ടുമോ എന്ന് ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. വാണി, ഈ സുഖം വിവരിക്കാനാവാത്തതാണ്. പാലൂട്ടുന്ന സമയത്ത് ഓക്സിഡോസിൻ ഹോർമോൺ പുറത്തുവരും. ഇത് സമ്മർദ്ദം കുറയ്ക്കും. നീ അമ്മയാകുമ്പോൾ മാത്രമേ ഇത് നിനക്കറിയാൻ കഴിയൂ എന്ന് രാശീൽ പറഞ്ഞു. എനിക്ക് നിനക്ക് പാലൂട്ടുന്ന സുഖം നൽകാനാവില്ലെങ്കിലും നീ അമ്മയാകാൻ സഹായിക്കാൻ എനിക്ക് സാധിക്കും എന്ന് കുസൃതിയോടെ കണ്ണ് ചിമ്മി കാണിച്ചു രാശീൽ. രാശീൽ, ഒരു യുവതി മറ്റൊരു യുവതിയെ എങ്ങനെ അമ്മയാക്കി മാറ്റും എന്ന് ഞാൻ ആലോചിക്കാതെ ചോദിച്ചു. അവളുടെ വലയിൽ ഞാൻ വീണുപോയി. ഞാൻ നിന്നെ അമ്മയാക്കുമെന്ന് പറഞ്ഞില്ല, സഹായിക്കാമെന്നാണ് പറഞ്ഞത്. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തീർച്ചയായും സാധിക്കും എന്ന് രാശീൽ വീണ്ടും ചിരിച്ചുകൊണ്ടേയിരുന്നു. അവൾ ഏത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ നാണത്തോടെ മുഖം തിരിച്ചു. എപ്പിസോഡ് 53 അവസാനിച്ചു.